വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. നമുക്ക് അടിപൊളി ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ബീഫെല്ലാം നല്ല കഴുകി വാരി കുക്കറിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ആവശ്യത്തിന് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ ആവശ്യത്തിന് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് ഓരോരുത്തരും എത്ര ബീഫ് എടുത്തേക്കുന്നോ അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഞാൻ വീട്ടിൽ പൊടിപ്പിച്ച ഗരം മസാലയാണ് കേട്ടോ. പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇടുക, ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന ബീഫിനനുസരിച്ച് വേണം ഇത് ഇട്ട് കൊടുക്കാനേ. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കറിൽ നമുക്ക് 8 അടിയൊക്കെ ഫിസിലടിപ്പിക്കാം കേട്ടോ. ഓരോരുത്തരുടെയും ബീഫിൽ വേകുന്ന അനുസരിച്ച് അടിക്കാം. അങ്ങനെ എൻ്റെ ബീഫ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മുളക് പൊടിയൊക്കെ കുറച്ച് പുരട്ടിയിട്ടുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്തി കുറച്ച് മുളക് പൊടിയൊക്കെ പുരട്ടി ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ അതിനുശേഷം കുറച്ച് സവാള കട്ട് ചെയ്ത് അരിഞ്ഞ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്ക് നമ്മുടെ ബീഫ് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തം ബീഫും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ല ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് ഇങ്ങനെ വഴറ്റി എടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ഇതിനകത്ത് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു മണത്തിന് വേണ്ടി നമ്മൾ കറിവേപ്പില ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് എല്ലാം വഴറ്റി ഒരു ലോ ഫ്ലെയിമിൽ എടുത്തപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ 1/2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ബീഫിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എപ്പോഴും നമ്മൾ കഴിക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ. ഇതെനിക്ക് ഫീഡ്ബാക്ക് അയക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറന്നു പോകല്ലേ. ഇതുപോലെ അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നത്. ബൈ ബൈ. Thank you.